ലൈംഗികാരോപണ കേസിൽ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. നേതാക്കൾ പറയുന്നത് അംഗീകരിക്കാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലപാട്. ഈ മാസം 10-ന് ശേഷം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. രാഹുൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടിൽ വി.ഡി. സതീശൻ ഉറച്ചു നിൽക്കുന്നതായാണ് സൂചന. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് വീണ്ടും ചേരുന്നത്. സലീം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വളരെ കർശന നിലപാടുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ മറ്റു ചില നേതാക്കൾ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കട്ടെ എന്ന ഒരു നിലപാടിലാണല്ലോ. ഒടുക്കം എന്ത് സംഭവിക്കാനാണ് സാധ്യത? ക്രിസ്ത്യന റീജിത്ത്, കോൺഗ്രസിനുള്ളിൽ തന്നെ ആ വിഷയത്തിൽ ഇതുവരെ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ആദ്യഘട്ടത്തിൽ നിലപാടെടുത്ത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കട്ടെ എന്നൊരു നിലപാടാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുലിനെ പങ്കെടുപ്പിക്കണമെന്നും സംരക്ഷണം നൽകണമെന്നുമുള്ള അഭിപ്രായം പറയുകയും ചെയ്തു. അതിന് പിന്തുണ കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എതിർപ്പുമായി നിൽക്കുന്നത് വി.ഡി. സതീശൻ പക്ഷമാണ്. നിലവിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നിരവധി വിഷയങ്ങൾ മുൻപിലുണ്ട്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന സഭാ സമ്മേളനത്തിൽ സർക്കാരാവില്ല, പ്രതിപക്ഷമാകും പ്രതിരോധത്തിലാവുക. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഈ മാസം 10-ന് ശേഷം കൈക്കൊള്ളാം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. എന്ത് തന്നെ ആയാലും നേതൃത്വം പറയുന്നതിനനുസരിച്ച് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവിലെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇതുവരെ അവധിയപേക്ഷയൊന്നും സ്പീക്കർക്ക് നൽകിയിട്ടുമില്ല. അതിനിടയിൽ ഈ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരവും ഇതുവരെ ഔദ്യോഗികമായി സ്പീക്കറെ അറിയിച്ചിട്ടില്ല. അത് നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് തലേദിവസമായാലും നൽകിയാൽ മതി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കത്ത് സ്പീക്കർക്ക് നൽകുന്നത് ഈ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിരിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.